നാട്ടാന പരിപാലനം സംബന്ധിച്ച് സ്വമേധയാ സ്വീകരിച്ച ഹർജിയിൽ വനംവകുപ്പിനെ പരിഹസിച്ച് ഹൈക്കോടതി. ആനകളുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച രേഖകളുണ്ടോ എന്ന് കോടതി ചോദിച്ചു. ഇല്ലെന്ന് വനംവകുപ്പ് അഭിഭാഷകൻ മറുപടി നൽകിയതോടെയാണ് അഭിനന്ദനങ്ങളെന്ന് കോടതി പരിഹസിച്ചത്. നാട്ടാനകളുടെ വിവരശേഖരണത്തിനായി ജില്ലാതലത്തിൽ സർവേ നടത്തണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ശ്യാം ദേവരാജ് ലീഗൽ കറസ്പോണ്ടന്റ് വീണ്ടും എത്തുന്നു നമുക്കൊപ്പം. ശ്യാം ദേവരാജ്, എത്ര ആനയുണ്ട് എന്നെങ്കിലും അറിയാമോ വകുപ്പിന്? സുജയപാർവതി, അത്തരം എത്ര ആനകളുണ്ടെന്നതിനെ സംബന്ധിച്ച് കൃത്യമായ കണക്കുകളില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം എത്ര ആനകളുണ്ട് എന്ന കാര്യത്തിൽ ഹൈക്കോടതി ഇത്തരമൊരു ചോദ്യം വനംവകുപ്പിനോട് ചോദിക്കുകയും ചെയ്തു. തുടർന്നാണ് കൃത്യമായ മറുപടി നൽകാൻ വനംവകുപ്പിൻ്റെ അഭിഭാഷകന് കഴിയാതിരുന്നത്. തുടർന്നാണ് ജില്ലാ തലത്തിൽ സർവേ നടത്തുന്ന കാര്യത്തെപ്പറ്റി ഹൈക്കോടതി അതിനുള്ള നടപടിക്രമങ്ങൾ, അതിനുള്ള സാധ്യതകളെപ്പറ്റി ചോദിക്കുകയും ചെയ്തത്. ആനകളുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച രേഖകളുണ്ടോ എന്നാണ് വനംവകുപ്പിനോട് ഹൈക്കോടതി ചോദിച്ചത്. ഇല്ല എന്ന് ഹൈക്കോടതിയിൽ വനംവകുപ്പിൻ്റെ അഭിഭാഷകൻ മറുപടി നൽകുകയും ചെയ്തു. തുടർന്നാണ് അഭിനന്ദനങ്ങൾ എന്ന് ഡിവിഷൻ ബെഞ്ച് അത്തരമൊരു പരിഹാസ രൂപേണ ഒരു പരിഹസിക്കുകയും ചെയ്തത്. നാട്ടാനകളുടെ വിവരശേഖരണത്തിനായി ജില്ലാതലങ്ങളിൽ സർവേ നടത്തണമെന്നതാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇക്കാര്യത്തിൽ നാട്ടാനകളുടെ സെൻസസ് നടത്തുന്ന കാര്യത്തിൽ ജില്ലാ കളക്ടർ, സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് കൺസർവേറ്റർമാർ എന്നിവർ ഉൾപ്പെടുന്ന ഒരു സമിതിയെ ഇതിന് നിയോഗിക്കുകയും വേണം. സെൻസസ് പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകണം. ആനകളുടെ ഉടമസ്ഥത, കസ്റ്റഡി എന്നിവയുടെ കാര്യത്തിലും വ്യക്തത വേണം എന്ന നിർദ്ദേശവും കൂടി ഹൈക്കോടതി നൽകിയിട്ടുമുണ്ട്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഹൈക്കോടതിക്ക് നൽകേണ്ടത്. സുജയ, വ്യക്തമാണ്. വനംവകുപ്പിനെ പരിഹസിക്കുകയാണ് ഹൈക്കോടതി. കണക്ക് കൊണ്ടുവരാൻ, അതിനായി കൃത്യമായി സർവേ നടത്താനാണ് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് വനംവകുപ്പിനോട്. ശ്യാം ദേവരാജാണ് അപ്ഡേറ്റുകൾ നൽകിയത്.